രാജേട്ട, കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം ഒരു വർഷം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും? ഭരണം നിലനിർത്തി ഹാട്രിക് അടിക്കാൻ ഇടതുപക്ഷവും ഭരണം തിരിച്ചുപിടിക്കാൻ UDF-ഉം അവരുടെ സ്ഥാനം കണ്ടെത്താൻ NDA-യും മൂന്ന് പേരും തമ്മിൽ വലിയ മത്സരം നടക്കുമെന്നറിയാം. ഈ സാഹചര്യത്തിൽ നമുക്ക് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് സംസാരിച്ച് പോയാൽ കൊള്ളാം എന്ന് തോന്നുന്നു. വരും എപ്പിസോഡുകളിൽ ബാക്കിയുള്ള മണ്ഡലങ്ങൾ പറയുമ്പോൾ ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാറശാല നിയമസഭാ മണ്ഡലത്തിൻ്റെ നിലവിലെ അവസ്ഥയും അതിൻ്റെ ഭാവിയും ഒന്ന് ചർച്ച ചെയ്ത് പോയാലോ? തീർച്ചയായിട്ടും. പാറശാല നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. പാറശാല നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആരുടെയും ഒരു കുത്തക സീറ്റല്ല. കോൺഗ്രസിനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം അവർക്ക് കേരളം പിടിക്കേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിൽ UDF-ന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരെ പണി നോക്കിപ്പോവും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇനി ഭരണമില്ലാതെ ഇനി ഒരു 5 വർഷം കൂടെ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ ഫീഡ് ചെയ്യണ്ടേ? ഇതിൻ്റെ പ്രവർത്തകരെന്ന് പറഞ്ഞ് രാവിലെ വെള്ളം എടുത്തിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അവർക്ക് ഇപ്പോൾ ചായ കുടിക്കാൻ പൈസ ഇല്ല, കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളുകളെ കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങളുടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്കെ അവർക്ക് വലിയ മേൽക്കൈയുണ്ട്. അപ്പം ഇത്തവണ കോൺഗ്രസിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്ന്, പല കോർപ്പറേഷനുകളും UDF തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ എന്ത് റിസൾട്ട് ഉണ്ടായിരുന്നാലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മലപ്പുറം ജില്ല ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് ഇടതുമുന്നണിക്ക് വലിയ നേട്ടം ഉണ്ടാവാറുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കോട്ടകളിലും കേരള കോൺഗ്രസിൻ്റെ കോട്ടകളിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. മുസ്ലിം ലീഗ് മാത്രമാണ് അടിത്തറ ചോർന്നു പോകാതെ നിന്നിട്ടുള്ളത്. എന്നാൽ തന്നെയും അവർക്കും 2005 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പല മുനിസിപ്പാലിറ്റികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് ഇവർക്ക് പല കോർപ്പറേഷനുകളും, തിരുവനന്തപുരം കോർപ്പറേഷൻ ചിലപ്പോൾ BJP പിടിച്ചു വരും, അതിന് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുരണനങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ അസാധ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലം വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരു തിരുവനന്തപുരത്തിന്റെ MP ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അവിടാണോ ഇവിടാണോ എന്ന് ചോദിച്ചത്. തിരുവനന്തപുരത്ത് മത്സരിച്ച രണ്ടുപേരും, രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും ഫലത്തിൽ നരേന്ദ്രമോദിയിലെ വലങ്കൈകളായിട്ട് മാറുന്ന ഒരു കാഴ്ച കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. നെയ്യാറ്റിൻകര മണ്ഡലത്തെക്കുറിച്ച് പാറശാല മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്ന ആളുകളുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമ്മളെ പാലക്കാട് ഒക്കെ ഉള്ളതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് പാറശാലയിൽ ഒരു ചെറിയ പട്ടണമാണ്, അതിർത്തി പങ്കിടുന്ന ഇതാണ്. പണ്ട് മുണ്ടൂരിയിലൊക്കെ നടന്നത് നമ്മളെ കളിയിക്കാവിളെയൊക്കെ ഈ മണ്ഡലത്തിനകത്ത് വരുന്നത്. അതെ. അപ്പം ഈ പാറശാല മണ്ഡലം എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു കുത്തക സീറ്റല്ല ഒരു കാലത്തും. അങ്ങനെ ഒരു സ്ഥിരത അവിടുത്തെ രാഷ്ട്രീയത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ 1957 അവിടെ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുഞ്ഞികൃഷ്ണൻ നാടാര് മത്സരിച്ച് വിജയിക്കുന്നു. പിന്നീട് അദ്ദേഹം രണ്ടാമതായി മത്സരിക്കുന്നത് 60 മത്സരിക്കുമ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗമാലിയൽ അദ്ദേഹം 2 തവണ മത്സരിച്ച് വിജയിക്കുന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട്. അതിനുശേഷം 1970 സത്യനേശൻ, പഴയ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സത്യനേശൻ മത്സരിച്ച് വിജയിക്കുന്നു. അദ്ദേഹം പരാജയപ്പെടുത്തിയത് നമ്മുടെ സുന്ദരൻ നാടാരെയാണ്. സുന്ദരൻ നാടാര് ഏറെക്കാലം പ്രതിനിധീകരിച്ചൊരു മണ്ഡലമാണ്. ഇങ്ങനെ വന്ന് വീണ്ടും കുഞ്ഞികൃഷ്ണൻ നാടാര് 77 തിരിച്ചു പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സത്യനേശൻ വരുന്നു. പിന്നെ സുന്ദരൻ നാടാര് വരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 87 പിന്നെ സത്യനേശൻ വരുന്നു. പിന്നെ MR രവീന്ദ്രപാൽ വരുന്നു. അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് കരുണാകരൻ അദ്ദേഹത്തെ കൊണ്ടുവരികയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ വന്നു. 2006 അവിടെ നിന്ന് ശെൽവരാജ് CPM-ൻ്റെ മത്സരിച്ച് വിജയിക്കുന്നു. പിന്നീട് ശെൽവരാജിൻ്റെ ശേഷം പിന്നീട് അവിടെ മത്സരിച്ചത് ആനാവൂർ നാഗപ്പൻ കാരണമാണ് ശെൽവരാജ് CPM വിട്ടുപോയത്. ആനാവൂർ നാഗപ്പൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണി ത്രെട്ട് ഉണ്ടായിരുന്നു എന്ന് ശെൽവരാജ് അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അത് നെയ്യാറ്റിൻകര MLA ആയിട്ടിരിക്കുന്ന സമയത്ത്. അതെ, നെയ്യാറ്റിൻകര MLA ആയിട്ടിരിക്കുമ്പോൾ. കാരണം നെയ്യാറ്റിൻകരയിലോട്ട് ഇയാളെ മറ്റേ സീറ്റ് ഇവന് മത്സരിക്കണം. ആനാവൂർ നാഗപ്പൻ ഒരു ഭൂലോക വേസ്റ്റാണ് എന്നുള്ള അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ പല വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ പാർട്ടിക്ക് അകത്തും പുറത്തും ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആനാവൂർ നാഗപ്പൻ നിന്നപ്പോൾ ആനാവൂർ നാഗപ്പൻ അങ്ങ് തോറ്റുപോയി. AT ജോർജ് ജയിക്കുന്നു. മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിയാവാന്നൊക്കെ കരുതിയിട്ടാണ് വന്നത്. പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥിയെ പിന്നീട് അവരുടെ CPM ഇടതുമുന്നണി നിർത്തിയത്. AT ജോർജ് ജയിക്കുന്നു. AT ജോർജ് തലയെടുപ്പുള്ള നേതാവായിരുന്നു. പക്ഷേ AT ജോർജിനെ പരാജയപ്പെടുത്തിയിട്ടാണ് 2016 അവിടെ നിന്ന് സി കെ ഹരീന്ദ്രൻ പ്രാദേശികമായി വളർന്നു വന്നൊരു നേതാവാണ്. CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ആ രീതിയിൽ
തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പിന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം 2016 തൊട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഓരോരുത്തരെയും ബി സത്യനെ നിർത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ 2021 സ്റ്റീഫൻ അല്ല, സോറി, നമ്മുടെ അരുവിക്കരയിൽ നിന്ന് സ്റ്റീഫൻ തന്നെയല്ലേ ഉള്ളത്. സ്റ്റീഫനെ നിർത്തുന്നു. പിന്നെ കാർത്തികേയൻ്റെ മകനെ പരാജയപ്പെടുത്തുന്നു, ശബരിനാഥിനെ. ഓരോ മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റായിരുന്നു CPM. ആ രീതിയിൽ പല സ്ഥലത്തും ഏരിയ സെക്രട്ടറിമാർ, അങ്ങനെ ജനകീയ ബന്ധമുള്ള ആളുകൾ, പ്രാദേശികമായി വളർന്നു വന്ന ആളുകളെയൊക്കെ പരിഗണിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് CK ഹരീന്ദ്രൻ ഏകദേശം 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് നെറ്റി ജോർജിനെ പരാജയപ്പെടുത്തുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏകദേശം 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 2021 കിട്ടുന്നത്. അതെ, ഭൂരിപക്ഷം ഉയർത്തി. അങ്ങനെ നിൽക്കുമ്പോൾ CK ഹരീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം CPM നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നയത്തിനകത്ത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് 3ാമത്തെ ടേം വേണ്ട, 2 ടേം മതി എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പകരം ഒരു നേതാവിനെ കണ്ടെത്താൻ വലിയ പണിയാണ് അവിടെ ആ മണ്ഡലത്തിനകത്ത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ മുമ്പിൽ നിർത്താൻ, ഇപ്പോൾ കഴിഞ്ഞ തവണ ആൻസിജിത റസലിനെയാണ് അവർ നിർത്തിയത്. അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആപ്റ്റല്ല. നമ്മളിപ്പോൾ കരുതുന്ന പോലെയല്ല. ഈ കൊല്ലംകാരനാണല്ലോ, നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി. മലബാറിലുള്ളത് പോലെയല്ല. ഈ വടക്കുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള സമവാക്യങ്ങളൊക്കെ അവിടെ വലിയ പ്രസക്തമാണെങ്കിലും ഇവിടെ ജാതി വലിയ ഘടകമാണ്. തിരുവനന്തപുരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജാതി രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഇതിൽ നിൽക്കുന്ന സഭ, ജാതി, സഭ, ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കകത്താണെങ്കിൽ സഭ, ഇതെല്ലാം വലിയ ഘടകമാണ്. തിരുവിതാംകൂറിലും പിന്നെ തിരുവനന്തപുരത്തും പിന്നെ മധ്യ കേരളം, അതായത് തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് തന്നെ ഇത് വലിയൊരു ഘടകമാണ്. അങ്ങനെ വരുമ്പം അവിടെ ആൻസിജിത റസൽ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരുന്നില്ല. ആൻസിജിത റസലിന് ഒരു പക്ഷേ ഇത്തവണ കോൺഗ്രസ് ഒരു കമ്മ്യൂണൽ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ നെയ്യാറ്റിൻകരയിൽ പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. നെയ്യാറ്റിൻകര കുറച്ചുകൂടെ അവർക്ക് മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലം. പാറശാല മണ്ഡലം അവർക്ക് പറ്റിയൊരു മണ്ഡലമല്ല. അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KS സുനിൽകുമാർ, നമ്മളെ DYPയുടെ സംസ്ഥാന നേതാവായിരുന്ന KS സുനിൽകുമാറിനെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ നെയ്യാറ്റിൻകരയിലും അവിടെയും പ്രസക്തമാകുമ്പോഴും പാറശാലയിലും പ്രസക്തമാകുമ്പോൾ പാറശാലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നായർ വോട്ടുകളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെ കൊണ്ടുവന്നിടുക എന്നുള്ളതായിരിക്കും CPM സ്വീകരിക്കുന്നത്. പക്ഷേ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ തവണത്തെ പോലെ അല്ല. ഈ ഒരു വിജയം കൂടി നേടുക എന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ അവർക്ക് അറിയാമായിരുന്നു ചില കാര്യങ്ങൾ കൊണ്ട് ഈ ഭരണം തിരിച്ചു കിട്ടും. അപ്പോൾ അവർക്ക് പാർട്ടിക്കകത്ത് ചിലരെ ഒതുക്കാനും മാറ്റി നിർത്താനും ഒക്കെ ആയിട്ടാണ് ഈ 2 ടൈം മത്സരിച്ചവർ ഇനി വേണ്ട എന്ന് പറയുന്നത്. ഒരു പക്ഷേ CK ഹരീന്ദ്രൻ കഴിഞ്ഞ തവണ അവിടെ ഭൂരിപക്ഷം ഉയർത്തിയ ആളാണ്. അവിടെ കൃത്യമായി അടിത്തട്ടിൽ ബന്ധങ്ങളുള്ള ആള്. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ തന്നെ വീണ്ടും പരീക്ഷിക്കാനുള്ള ഒരു നീക്കം CPMൻ്റെ ഭാഗത്തുണ്ട്. ഉണ്ടെങ്കിൽ ആ മണ്ഡലം സേഫ് ആയിരിക്കും CPMൻ്റെ. അല്ല, തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് അത് ഒരു വലിയ വിഷയമാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്, കൊല്ലം ജില്ലയ്ക്കകത്ത് വലിയ പ്രശ്നമാണ്. പിന്നെ നമുക്ക് അറിയാം, കൊട്ടാരക്കരയിൽ കഴിഞ്ഞ പിന്നെ 10-40,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇഷാപ്പറ്റിക്ക് ഉണ്ടായിരുന്നത് 10,000 വോട്ടായിട്ട് ചുരുങ്ങിപ്പോയി. അതും ആർ രശ്മിയെ പോലെ നിയമസഭാ പരിചയമൊന്നും ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്രമായിരുന്ന ഒരു സ്ത്രീ. പക്ഷെ അവർക്ക് അടിത്തട്ടിൽ ബന്ധങ്ങളുണ്ടായിരുന്നു. അതെ, നമുക്ക് കൊട്ടാരക്കര എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിശദമായിട്ട് പറയാം. പിന്നെ പകരം ഈ നിലവിലുള്ള ഒരു ടീമിനെ ഒന്നായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ പലരും സെക്കൻഡ് ടൈം പൂർത്തീകരിക്കുന്നവരാണ്. ഈ പ്രമുഖങ്ങളായിട്ട് 2016 വന്നവർ മുഴുവൻ വലിയൊരു നിരയുണ്ട്. അങ്ങനെ ആ നിര ഒന്നായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ടൊരു പക്ഷേ ആ കടമ്പിടുത്തത്തിൽ നിൽക്കാതെ പിന്നെ ജനകീയരായ നിയമസഭാംഗങ്ങളെ വീണ്ടും 3ാം വട്ടവും മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം പകരക്കാരനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ CK ഹരീന്ദ്രൻ, ഞാൻ പറഞ്ഞത്, ബ്രാഞ്ച് തൊട്ട് പ്രവർത്തിച്ച് അവിടെയുള്ള ഓരോ നാട്ടിലെയും ഓരോ പ്രദേശത്തെയും ഓരോ ബൂത്തിലെയും ആളുകളെ പേരെടുത്ത് വിളിക്കാനുള്ള അടിത്തറയുള്ള ബന്ധമുള്ള ഒരാളാണ് CK ഹരീന്ദ്രൻ. അതിന് പകരമാകാൻ സുനിൽകുമാറിന് പോലും സാധ്യമാവില്ല. കാരണം ഇപ്പോൾ ഈ CK ഹരീന്ദ്രൻ്റെ തലമുറയും സുനിൽകുമാറിൻ്റെ തലമുറയും തമ്മിൽ വ്യത്യാസമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരെ നിർത്തുക അവർക്ക് ഇപ്പോഴും അവർ എയറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ചിത്രമായിട്ടില്ല. ഇപ്പോൾ DCC പുനഃസംഘടന വരുന്ന സമയത്ത് എന്തായാലും പാലോട് രവി പിന്നെ ഒഴിയും. കാരണം പാലോട് രവിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്, ഒരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത്, അതായത് സമരങ്ങൾ ഏകോപിക്കേണ്ടുന്ന തിരുവനന്തപുരത്ത് യാതൊരു വിധമായ പ്രവർത്തനങ്ങളും കോൺഗ്രസ് നടക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. തിരുവനന്തപുരത്ത് ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് സമരങ്ങൾ ചെയ്യുന്നു എന്നല്ലാണ്ട് തിരുവനന്തപുരം DCCയുടെ ഭാഗത്തായിട്ട് ഒരു സമരങ്ങളും ഇല്ല. നിയമസഭാ മണ്ഡലം നിൽക്കുന്ന ജില്ലയിൽ DCC നിർജ്ജീവമായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ 13 ജില്ലകൾ പുനഃസംഘടിപ്പിച്ചില്ലെങ്കിൽ ഈ 14ാമത്തെ ജില്ല, അതായത് തിരുവനന്തപുരം ജില്ല, കോൺഗ്രസ് പുനഃസംഘടിപ്പിക്കും, അധ്യക്ഷൻ മാറും എന്ന കാര്യത്തിൽ യാതൊരു തിരുവനന്തപുരം ജില്ല പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, അതുപോലെ ഇടുക്കിയിലെ ജില്ലാ അധ്യക്ഷ സ്ഥാനം, വയനാട്ടിലെ ജില്ലാ അധ്യക്ഷ സ്ഥാനം, ഇവിടേക്ക് ഒരു തലമുറ മാറ്റം അനിവാര്യമാണ്. പാലോട് രവിക്ക് എത്ര കാലമായിരുന്നു തുടങ്ങിയിട്ട്?
ഇപ്പം പിന്നെ രണ്ട് രവിമാരും തിരുവനന്തപുരത്തുകാരായിരുന്നല്ലോ, തമ്പാനൂർ രവിയും പാലോട് രവിയും. പാലോട് രവിക്കെതിരെ ഇപ്പം ഉയർന്നു വന്നിട്ടുള്ള പല ആരോപണങ്ങളും സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ആരോപണങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. പക്ഷേ പാലോട് രവി പാർട്ടിക്കൊരു ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, രോഹിത് പറഞ്ഞതുപോലെ തന്നെ, സംസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗമാണ്, തലസ്ഥാന നഗരിയാണ്. അവിടെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഫ്രീസറിൽ കിടക്കുക ഇപ്പോഴും. ഒന്ന് ഒരു ചലനം ഉണ്ടാക്കട്ടെ. ഇവിടെ നിന്ന് ഈ പറയുന്ന പോലെ ഈ ചെറുപ്പക്കാരും പിന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസിൻ്റെ പിള്ളേരും അവിടെ പോയിട്ട് സമരം നടത്തുക എന്നല്ലാതെ അവിടെ നടക്കുന്ന ബാക്കിയുള്ള സമരങ്ങളെ ഏറ്റെടുക്കാൻ വേറെ പല ജില്ലയ്ക്കകത്ത് വന്നുള്ള നല്ല, ഇപ്പം ഞങ്ങൾ മലപ്പുറം ജില്ലയ്ക്കകത്ത് പോലും കോൺഗ്രസ് എന്ന് പറയുന്ന അവിടെ അപ്രസക്തമായ രാഷ്ട്രീയ പാർട്ടി, ആകെ ഒരു MLA ഉള്ള AP അനിൽകുമാർ. പക്ഷേ അവിടുത്തെ DCC ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് VS ജോയിയുടെയൊക്കെ നേതൃത്വത്തിൽ. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ എറണാകുളത്ത് ഷിയാസ് എന്തൊക്കെ പറഞ്ഞാൽ ഷിയാസിൻ്റെ ബാക്കിയുള്ള പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെയും DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നല്ല ഓർഗനൈസറായിട്ട് നിൽക്കുന്നുണ്ട്. പാലോട് രവിയെ പോലെയുള്ള കഴിഞ്ഞ ദിവസം VS ജോയി AK ശശീന്ദ്രനെ കുറിച്ച് പറഞ്ഞ അതേ പ്രയോഗമാണ് കടമെടുക്കാറുള്ളത്. ഈ മാതിരി കടൽ കിഴവന്മാരെ എടുത്ത് തോട്ടി വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല പിന്നെ പ്രസംഗം അവിടെ ശബരിനാഥനെ പോലുള്ള യുവരക്തങ്ങളെയൊക്കെ പരീക്ഷിക്കാനാണ് പാർട്ടി താല്പര്യപ്പെടുന്നതെന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വാർത്ത. ശബരിനാഥനെ എവിടെയെങ്കിലും കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, അരുവിക്കരയിലും കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ദിവ്യ S ആയത് ശബരിനാഥൻ്റെ പങ്കാളി നല്ല ഉദ്യോഗസ്ഥയായിരിക്കും, കാര്യങ്ങളൊക്കെയാണ്, പാവമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അല്പം ഈ പിന്നെ മീഡിയ മാനിയ തലയ്ക്ക് പിടിച്ചു. പിണറായി ഭക്തി കൂടുതലുണ്ട്. ഈ പിന്നെ നല്ല ഹണി ടങ്കാണ്, നല്ല തേനൊളിപ്പിച്ച് ഓരോരുത്തരെയും സോപ്പിടാനും ഇതിനൊക്കെയുള്ള മിടുക്കാണ്. അതിന് പുറമെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്മച്ചുവറ പലപ്പോഴും അവരിപ്പോഴും ഒരു ക്യാമ്പസിൽ കഴിയുന്നൊരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ പബ്ലിസിറ്റി ഇങ്ങനെ അത് പബ്ലിസിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, പലപ്പോഴും വരുന്നത് കുപ്രസിദ്ധിയാണ് വരുന്നത്. എന്നാലും അതിനെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് അവർ ശബരിനാഥിൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല. ദിവ്യ S അയ്യർ പിന്നെ ഭാര്യയായ ദിവ്യ S അയ്യരുടെ കോപ്രായങ്ങൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ശബരിനാഥൻ്റെ രാഷ്ട്രീയ ഭാവിയിലും പിന്നെ രാഷ്ട്രീയ ഇമേജിനും അത് ഡാമേജ് ഉണ്ടാക്കി വെക്കുന്നു. രാഷ്ട്രീയ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കും. പക്ഷേ എനിക്കതിനകത്തൊരു എതിരഭിപ്രായമുണ്ട്. അവരൊരു IAS ഉദ്യോഗസ്ഥയാണ്, വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതാണ്, അവർക്ക് അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ശബരിനാഥൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അതിനെ കൃത്യമായി എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ദിവ്യ S അയ്യരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറയാൻ അദ്ദേഹം രാഷ്ട്രീയ ഉത്തരവാദിത്തം കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അല്ല, അതിൽ ഞാൻ പറയുന്നത് അവർ രണ്ടുപേരും നല്ല പാർട്ട്നേഴ്സാണ്. അവർ രണ്ടുപേരും ജനാധിപത്യപരമായിട്ട് ദാമ്പത്യം കൊണ്ടുപോകുന്നവരാ. ദിവ്യയുടെ കാര്യത്തിൽ ശബരിനാഥിൻ്റെ കാര്യത്തിൽ ദിവ്യയും പരസ്പരം അനാവശ്യമായിട്ട് ഇടപെടലുകളില്ലാതെ പോകുന്നത് മാതൃകാപരമാണ്, മനോഹരമാണ്, ഒക്കെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു IAS ഉദ്യോഗസ്ഥയാണ്, ജില്ലാ കളക്ടറായിരുന്ന ആളാണ്, ഇപ്പോൾ അതിനും മേലുള്ള പദവികളിലേക്ക് എത്തി. പിന്നെ ഒരു പക്ഷേ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ട് വിരമിക്കാൻ സാധ്യതയുള്ള ഒരു അവരിരിക്കുന്ന പിന്നെ കസേരയുടെ മഹത്വവും വലുപ്പവും അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ള ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുമ്പോഴും ഞാൻ പറയുന്നത് അതൊരിക്കലും ശബരിനാഥന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കില്ല എന്നുള്ളതാണ് നിലപാട് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ മലയാളിയായാലും മാത്രം ഒന്നും വളർന്നിട്ടില്ലെന്നേ. മലയാളിയുടെ ബോധമൊക്കെ നിൽക്കുന്നത് പിന്നെ ദിവ്യ S അയ്യർ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ശബരിനാഥൻ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടിട്ടുള്ള പ്രസംഗമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ മലയാളികൾ പലരും. അത് നമ്മൾ പല ആളുകളെ കുറിച്ച് എടുത്ത് നോക്കുക, അവരെ പങ്കാളി ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കൂടി ഇവരെ തലയിൽ കൊണ്ടുവന്നിട്ട് അപ്പം ഞാൻ പറയുന്ന അവിടെ ഇവരുടെ ദാമ്പത്യം വളരെ മാതൃകാപരമാണെന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ഞാൻ തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണ് പോകേണ്ടതും എന്നുള്ള അഭിപ്രായത്തിലാണ്. അതേസമയം ഈ പാറശാല മണ്ഡലത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ പാറശാല മണ്ഡലത്തിൽ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3ാം സ്ഥാനത്ത് പോയ അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് പാറശാല. തിരുവനന്തപുരം ലോക്സഭ അവർ 3ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ പന്ന്യൻ രവീന്ദ്രൻ 2ാം സ്ഥാനത്തെത്തി. 1000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ പന്ന്യൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ 45,000-ഓളം വോട്ട് രാജീവ് ചന്ദ്രശേഖർ പിടിച്ചു, 46,000 വോട്ട് പിടിച്ച് ഇമേജ് രക്ഷപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് പാറശാല LDFനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരൊറ്റ മണ്ഡലത്തിൽ 13,000 വോട്ടിൻ്റെ ലീഡ് ശശി തരൂരിന് നേടി. അപ്പോൾ പാറശാലയിൽ നേടിയ ലീഡ് ശശി തരൂരിന്റെ വിജയത്തിൽ നിർണായക ഘടകം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ പാറശാലയും കോളവും പോലെയുള്ള ഏരിയയാണ് ശശി തരൂരിനെ തുണച്ചത് എന്ന് പറയുമ്പോൾ അവിടുത്തെ മണ്ണ് ഒരിക്കലും ഈ ദേശീയ തലത്തിൽ BJP വരരുത് എന്ന ആഗ്രഹം മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിട്ട മണ്ഡലത്തിലാണ് ഈ പറയുന്ന പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു സംസ്ഥാന നേതാവ് മത്സരിക്കുമ്പോൾ 2ാം സ്ഥാനം കഷ്ടിച്ച് 1000 വോട്ടിന്റെ വ്യത്യാസത്തിൽ കിട്ടുന്നത്. അങ്ങനെയും കാണണം നമ്മൾ തന്നെ. അവിടെ ഈ പിന്നെ ഇത്രയും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം CK ഹരീന്ദ്രന് കിട്ടുമ്പോൾ അതെല്ലാം CPM കിട്ടിയ വോട്ടല്ല, വോട്ടാണ്. B സത്യന് കിട്ടുന്ന വോട്ടാണ്.
പിന്നെ നമ്മുടെ ആൻസലിന് കിട്ടുന്ന വോട്ടാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നല്ല ടീമിനെ നിർത്തിയപ്പം, നല്ല ജനകീയരായ ആളുകളെ, പ്രാദേശിക നേതാക്കന്മാരെ നിർത്തിയപ്പോൾ അതിൻ്റെ ഗുണഫലമാണ് CPM-ന്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, അവിടെ ഒരു കോൺഗ്രസിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരുകൾ നിലവിൽ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകൾ കൂടാതെ ഓരോ ജില്ലയിൽ നിന്ന് 4 സീറ്റുകൾ വെച്ച് മിനിമം പിടിച്ചാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നൊരു അവസ്ഥ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ നേതാക്കന്മാർ ക്ലെയിം ചെയ്യാൻ നിൽക്കുന്ന സീറ്റുകളിൽ നല്ല പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ അവർ കൊണ്ടുവരും. അല്ലെങ്കിൽ CPM എടുത്ത ഒരു നിലപാടുണ്ടല്ലോ, അതായത് താഴെത്തട്ടിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെയൊക്കെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയതുപോലെ കോൺഗ്രസിന്റെ പേരുദോഷങ്ങളില്ലാത്ത നല്ല സംഘാടകരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നൊക്കെ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ കുപ്പായം ഇട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. തിരുവനന്തപുരത്ത് സ്ഥിതി മോശമാകും. തിരുവനന്തപുരം ഒരു പക്ഷേ BJP നല്ല കാൻഡിഡേറ്റിനെ നിർത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ആന്റണി രാജു ശിവകുമാറിനെ പരാജയപ്പെടുത്തി വന്ന മണ്ഡലത്തിൽ എന്നുള്ള കൃഷ്ണകുമാറായിരുന്നു കഴിഞ്ഞ തവണ അവിടെ BJPക്ക് വേണ്ടിയിരുന്നത്. അവിടെ ഒരുപക്ഷെ കൃഷ്ണകുമാറിനെ തന്നെ വീണ്ടും പിന്നെ പരീക്ഷിച്ചാലും അവിടെ സാധ്യതയുള്ള മണ്ഡലമാണ്. കാരണം 2016 തന്നെ അവിടെ നമ്മുടെ ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ കൊണ്ടുവന്നിട്ടതിന് പകരം അന്ന് കുമ്മനത്തിനെ അവിടെ ഇട്ടിരുന്നെങ്കിൽ, കുമ്മനത്തെ വട്ടിയൂർക്കാവിൽ കൊണ്ടിട്ടു, സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ അവിടെ ജയിച്ചേനെ, അവിടെ ജയിക്കാൻ പറ്റുമായിരുന്നു. ആ മണ്ഡലത്തിൽ അവരന്ന് സാധ്യത ഇല്ലാതാക്കിയതാ. സത്യത്തിൽ ശിവകുമാറിനെയും ആന്റണി രാജുവിനെയും രണ്ടുപേരെയും നാട്ടുകാർക്ക് താല്പര്യമൊന്നുമില്ല. രണ്ടുപേരും കാപ്പട്ടിക്കാരാണെന്നുള്ള അഭിപ്രായം പൊതുവിലുണ്ട്. പക്ഷേ ഒരു തേർഡ് ഓപ്ഷൻ അവരുടെ മുമ്പിൽ കിട്ടാത്തതുകൊണ്ട് ശ്രീശാന്തിനെ കൊണ്ട് നിർത്തിയിട്ട് പോലും ശ്രീശാന്ത് 10-30,000 വോട്ട് മേളിൽ പിടിച്ചു. ശ്രീശാന്ത് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മൊത്തത്തിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2016 സ്ഥാനാർത്ഥിയാവുന്നത്. എന്നിട്ട് 10-15,000 വോട്ട് പിടിച്ചു അവിടെ. അങ്ങനെ വരുമ്പം ആ മണ്ഡലം ഇപ്പോഴും തനിക്ക് സുരക്ഷിതമാണ് എന്ന് ശിവകുമാറിനൊരു ഉറപ്പൊന്നുമില്ല. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ശിവകുമാർ UDF മിനിസ്റ്ററി വന്നു കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മന്ത്രിസ്ഥാനത്ത് കയറാൻ നിൽക്കും. പണ്ട് സതീഷിനെ വെട്ടിയിട്ടാണ് ശിവകുമാറിനെ കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ കലിപ്പാണ് സതീഷിന് രമേശ് ചെന്നിത്തലയോടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഇവരെ ഇന്നർ പൊളിറ്റിക്സ് ഇരിക്കുന്നത്. ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ പാറശാലയിൽ കണ്ണുവച്ചിട്ടുണ്ട് എന്ന ഒരു ചില വാർത്തകൾ അവിടെ നിന്ന്. അല്ല, പാറശാലയിൽ നമ്മൾ ഒരു കാര്യത്തിൽ ചിന്തിക്കണം, നായർ കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യമുള്ള മേഖല എന്ന നിലയിൽ ശിവകുമാർ അവിടെ പരിഗണിക്കാവുന്ന പേരുകളിൽ ഒന്നാണ്. നമ്മൾ ചെറുതാക്കി കാണണ്ട. ശിവകുമാറിനും അത്യാവശ്യം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാവുന്ന ആളാണ്, കളി അറിയാവുന്ന ആളാണ്. ശിവകുമാർ അവിടെ പോയി മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് വേറെ ആരും വന്ന് മത്സരിച്ചോട്ടെ, അവിടെ സേഫ് അല്ല, ഇവിടെ സേഫ് അല്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാറശാല ക്ലെയിം ചെയ്താൽ കൊടുത്താലും നല്ലൊരു മത്സരം ചിലപ്പോൾ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായിരുന്നാലും പിന്നെ നല്ല സ്ഥാനാർത്ഥിയെ LDF നിർത്തിയാൽ പ്രാദേശികമായി ബന്ധമുള്ള സുനിൽകുമാറാണെങ്കിൽ എന്താ സ്ഥിതി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സുനിൽകുമാറിനാണ് ഇപ്പം പരിഗണന നിൽക്കുന്നത്. ഹരീന്ദ്രന് ടൈം കൂടെ കൊടുത്താൽ ഹരീന്ദ്രന് ജയിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. ദുഷ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല. ഈ 2 ടേം എന്ന നിബന്ധന കർശനമായിട്ട് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ LDF-ഉം UDF-ഉം ഒക്കെ നന്നായി വേർക്കേണ്ടി വരും, ജനകീയരായ ആൾക്കാരെ കൊണ്ടുവന്ന് പിന്നെ നിർത്താൻ. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരെ ക്ലാസ് മണ്ഡലമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം. 18% വോട്ടുകൾ 2021 അവർക്കുണ്ട്. 18% ഉണ്ട്. ഞാൻ പറയുന്നത് അവർ 3-ാം സ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു ഫൈറ്റിൽ നിൽക്കുമ്പോൾ പോലും അവർ 3-ാം സ്ഥാനത്താണ് തന്നെ. കിട്ടിയ വോട്ട് ചില്ലറയൊന്നും അല്ല. വോട്ട് 45,000 വോട്ട് നിയമസഭാ മണ്ഡലത്തിൽ 45,000 വോട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമൊന്നുമല്ല. പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്താണ് എന്നുള്ളതും കൂടെ പരിഗണിക്കണം. മറ്റേതിനകത്ത് പ്രാദേശിക രാഷ്ട്രീയം വലിയ ഘടകമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തും ജനകീയത വലിയൊരു അടിസ്ഥാന ഘടകമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ DYF-യുടെ മുൻ നേതാവായിരുന്ന CPM-ന്റെ DC-യിലുള്ള KS സുനിൽകുമാറും VS ശിവകുമാറും തമ്മിലുള്ളൊരു മത്സരമാണെങ്കിൽ അതൊരു ക്ലാസിക് മത്സരമായിട്ട് പ്രവചനാതീതമായ മത്സരത്തിലേക്ക് മാറും. എന്തായാലും വരും ദിവസങ്ങളിൽ അടുത്ത മണ്ഡലവുമായി വീണ്ടും കാണാം. ഇനി അടുത്തത് നാളെ ഏത് മണ്ഡലമാണെന്നുള്ളത് നെയ്യാറ്റിൻകര മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി നാളെ കാണാം.